മാനന്തവാടിയിൽ നിന്നും പിടികൂടിയ കാട്ടാന ചരിഞ്ഞ സംഭവം ഹൃദയാഘാതം മൂലമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മയക്കുവെടിക്ക് ശേഷം ആളുകളുടെ ശബ്ദവും ബഹളവും കാരണം ആനയുടെ ആരോഗ്യനിലയെ പ്രതികൂലമായി ബാധിച്ചു. ആനയുടെ ലിംഗത്തിലെ മുറിവും ഞരമ്പിൽ കൊഴുപ്പടിഞ്ഞുകൂടിയതും മരണകാരണമായെന്നും ബന്ദിപ്പൂർ ഫീൽഡ് ഡയറക്ടർ വ്യക്തമാക്കി. അതേസമയം ആനയുടെ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായെന്നുവെന്ന് വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസ് പ്രതികരിച്ചു. വെളിയിൽ നിന്ന് പെട്ടെന്ന് കാണുന്നത് ആ ഒരു തൊടയിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ഏകദേശം 40 സെൻറ്റിമീറ്ററോളം വ്യാപ്തിയുണ്ട്. അത് തുറക്കുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് നല്ലതായിട്ട് മൾട്ടിപ്പിൾ പോക്കറ്റ്സ് ഉണ്ട്. ഏകദേശം നമുക്ക് ഒരു ലിറ്ററോളം അതിനകത്തുനിന്ന് ചലം വെള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് സിസ്റ്റത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. സോ സെപ്റ്റിക് ആകാനുള്ള ഇത് കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള വേറെ ലീഷൻ കണ്ടത് നമുക്ക് ലങ്സിലാണ്. TB നോഡ്യൂൾസ് ഉണ്ട്. അതിപ്പം അതിൻ്റെ സാമ്പിൾസും ബാക്കിയുള്ള കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പസിൻ്റെ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനിപ്പോൾ നമുക്ക് ലാബോറട്ടറിക്കൽ ഇൻവെസ്റ്റിഗേഷനോടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു 2 മാസത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഇതേ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പം ഇന്നലത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെസ്ഫുള്ളാണ് ആനിമൽ. ഇതെല്ലാം ഇതെല്ലാം അതിൻ്റെ അഡ്ജോയിനിങ് ഫാക്ടേഴ്സാണ്. ഉള്ളിലുള്ള ഇഷ്ടം പോലെ, അതായത് നോക്കുമ്പോൾ ഒരു വൈറ്റൽ കണ്ടീഷൻ എപ്പോഴും നമുക്ക് വെളിയിൽ നിന്ന് അസസ് ചെയ്യാൻ പറ്റില്ല. ആരോഗ്യാവസ്ഥ നമ്മൾ അസസ് ചെയ്താലും നമുക്ക് അങ്ങനെ ബാഹ്യമായ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്റേണലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേർന്നുണ്ട്. ശ്രീജിത്ത്, എന്ത് തന്നെയായാലും ഒരുപക്ഷെ ആനയെ പിടികൂടും മുമ്പ് തന്നെ ആനയുടെ ആരോഗ്യനില സംബന്ധിച്ച് കൃത്യമായൊരു നിരീക്ഷണം വനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാത്തത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്തരമൊരു ദാരുണമായൊരു സംഭവത്തിന് കാരണമാകുന്നത്? തീർച്ചയായും വിഷ്ണു, അതാണ് അതിന്റെ ശരിയായ നിഗമനം. കാരണം ഇതിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പല ഘട്ടങ്ങളിലും നാം ഇത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നായിരുന്നു. ഇന്ന് പുലർച്ചെയും രാവിലെ നാം ഇതിനെക്കുറിച്ച് വിവരം തേടിയപ്പോൾ അത്തരത്തിലാണ് പറഞ്ഞത്. ആന പൂർണ്ണമായും ആരോഗ്യവാനാണെന്നാണ് പറഞ്ഞത്. നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം തണ്ണീർക്കൊമ്പന്റെ മരണകാരണം ഹൃദയാഘാതമാണ്. ഈ ഹൃദയാഘാതം ഉണ്ടാക്കാനുള്ള കാരണമായി ഇവർ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആനയുടെ മരണം ആന സമ്മർദ്ദത്തിലായിരുന്നു എന്നായിരുന്നു. അതോടൊപ്പം ഈ സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരത്തിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള കാരണമായി വയനാട്ടിൽ നിന്നുള്ള വെറ്റിനറി സർജൻ അജേഷ് മോഹൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ അജേഷ് മോഹൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ തുടർച്ചയായി ഉണ്ടാകുന്ന മയക്കുവെടികൾ ആനയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അതോടൊപ്പം ഈ ജനങ്ങൾ കൂട്ടത്തിൽ ഇടയിലായിരുന്നു ഈ 2 തവണ ജനുവരി 16-നും ഇത്തരത്തിൽ ഈ ആനയെ മയക്കുവെടി വെച്ചിരുന്നു. അന്നും വലിയ ജനക്കൂട്ടത്തിൽ ഈ ആന ഫേസ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെയും മയക്കുവെടി വെച്ചിരുന്നു. ആ സമയവും ഈ ആന വലിയ ജനക്കൂട്ടത്തെ ഫേസ് ചെയ്തിരുന്നു. അങ്ങനെ മയക്കുവെടിയും ജനങ്ങളുടെ സമ്മർദ്ദവും മൂലം ജനങ്ങളുടെ ആൾക്കൂട്ടം കണ്ടുള്ള ഭയപ്പാടും ഈ ആനയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അതിനാൽ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മരണകാരണം. അങ്ങനെ ഉണ്ടാകുന്ന സമ്മർദ്ദം ആനയെ വലിയ തോതിൽ ബാധിച്ചു. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ ആന മരണപ്പെടാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തമാണ്. മാനന്തവാടിയിൽ നിന്നും വനംവകുപ്പ് പിടികൂടിയ കാട്ടാന ചരിഞ്ഞത് ഹൃദയാഘാതം മൂലമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്. ശ്രീജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.